എല്ലാം ബ്രഹ്മത്തിൽ അർപ്പിതമായി ചെയ്യുക. അങ്ങനെ അർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ അധിഷ്ഠാതൃ ദേവതകൾ, മന അധിഷ്ഠാതൃ ദേവത, ഇവയിലൊക്കെ കാലം കൊണ്ട് ജന്യമായ അഹങ്കാരത്തെ നിർമാർജനം ചെയ്യേണ്ടി വരും. ഇതിനാണ് അന്ധക്കരണ ശുദ്ധി എന്ന് പറയുന്നത്. കാലം കൊണ്ട് ഓരോ ദേവതയും അഭിമാനിക്കും. കാരണം ഓരോന്നിലും ഈഷദീഷത് ആനന്ദമുണ്ട്. ആനന്ദം ആത്മാവിൻ്റെ വിഭൂതിയാണ്. വിഷയനിർദ്ദിഷ്ടമായ ദേവതകൾ ഉപഭോഗം കൊണ്ട് സംതൃപ്തമാകുന്നു. വെളിയിലിരിക്കുന്ന വിഷയങ്ങളിലെ ചൈതന്യം, ആ ദേവത അന്യർ തന്നെ ഉപയോഗിച്ച് ഉണ്ടാകുന്ന ആനന്ദത്തിൽ അധിഷ്ഠിതമായി അഹങ്കരിക്കുമ്പോൾ വിഷയനിർദ്ദിഷ്ടമായ, ബാഹ്യ വിഷയനിർദ്ദിഷ്ടമായ ഒരു രചനാ കൗശലം വെളിയിലിരിക്കുമ്പോഴും ഉപഭോക്തൃ മനസ്സുകളെ ആകർഷിക്കുകയും തനിക്കില്ലാത്ത പ്രാധാന്യം വിഷയത്തിന് നൽകുവാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പ്രഹേളികകളിലൊന്ന്. ഭോക്താവും ഭോഗ്യവസ്തുവും എന്ന രണ്ടുണ്ടായിരിക്കെ ഭോഗ്യത്തിൽ അധിഷ്ഠാതാവായിരിക്കുന്ന ചൈതന്യമല്ലെങ്കിൽ ദേവത ഭോക്താവിനെ ചെറുതാക്കുകയും ഭോക്തൃത്വം കൊണ്ട് പരിമിതപ്പെടുത്തുകയും ഭോക്തൃത്വം കാരണമായി രാഗദ്വേഷാദികൾ ഉണ്ടാക്കുകയും ഭോക്തൃത്വം കൊണ്ട് ജീവിതം ദുസ്സഹമാക്കി തീർക്കുകയും ചെയ്യുമ്പോഴും സാമാന്യേന ലോകമനസ്സിൽ സാമൂഹികമായി മാനവ പ്രാധാന്യത്തിലേറെ വിഷയപ്രാധാന്യം ഉണ്ടാകും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു നിമിഷം മനസ്സിലായി എന്ന് വരും, ചിലപ്പോൾ ഒന്നും മനസ്സിലായി എന്ന് വരികയില്ല. മനസ്സിലായവരും പഠിപ്പിക്കുന്നവരും പോലും അടുത്ത നിമിഷം ഇത് മറന്നു. അതാണ് സംഘത്തിൻ്റെ പ്രത്യേകത, വിഷയസംഘത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും വിചിത്രമായ കാര്യം, വിഷയപ്രാധാന്യത്തെ ന്യായീകരിച്ചുകൊണ്ടായിരിക്കും ഉന്നത ശാസ്ത്രങ്ങളെ വരെ പിന്നീട് ചർച്ച ചെയ്യുന്നത്. അവിടെ ചെന്ന് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വിഷയത്തിൽ അധിഷ്ഠിതമായ ദേവതയും അതിനെ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തിയിലെ ഉപഭോക്തൃ ദേവതയും തമ്മിലൊരു പാരസ്പര്യമുണ്ടാക്കി ആ ലോകത്ത് രാജാവായി ഇരിക്കുകയാണ് വ്യക്തി ചെയ്യുന്നതെങ്കിൽ അയാളുമായി സംവദിച്ച് ഒരു കാര്യം ബോധ്യപ്പെടുത്തുവാൻ ആവില്ല. അയാൾ എപ്പോഴെങ്കിലും പറയുന്നത് പിന്നൊരിക്കൽ പറയുന്നതുമായി ബന്ധവും ഉണ്ടാവില്ല. ശാസ്ത്ര സത്യങ്ങളെപ്പോലും അയാൾ ഉപയോഗിക്കുന്നത് ഈ വിഷയി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി മാത്രമായിരിക്കും. താൻ പ്രാധാന്യം കൊടുക്കുന്ന വിഷയത്തോടുള്ള തൻ്റെ ബന്ധം തകർക്കാതെ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ടുവരുന്നവനോട് അതിപ്രിയത്തോടെ ആ സമയത്ത് പെരുമാറുകയും ആ പ്രിയമുള്ളയാൾ തന്നെ മറ്റൊരിക്കൽ തനിക്ക് പ്രാധാന്യം തോന്നുന്ന വിഷയം തട്ടിക്കളയുമെന്ന് തോന്നിയാൽ അയാൾ ശത്രുവായിത്തീരുകയും ചെയ്യുന്നു എന്ന നിലയിലാണ് എല്ലാ ഇസങ്ങളും, എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളും ലോകത്ത് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒന്നിനു പോലും ശാശ്വത പ്രതിഷ്ഠയുണ്ടാവില്ല. ഇതൊക്കെ പഠിക്കുമ്പോഴും നിങ്ങൾ കിണഞ്ഞു ശ്രമിക്കുന്നത് ഈ പഠിക്കുന്നത് ഉറപ്പിക്കുവാനുമല്ല, വിഷയപ്രാധാന്യത്തെ ഉറപ്പിക്കുവാനുള്ള സിദ്ധാന്തങ്ങൾ തേടുകയാണ്. ഇതിനകത്ത് പോലും ഒരു ബന്ധവും ഉപേക്ഷിക്കുകയും വേണ്ട, ഉപേക്ഷിക്കാതിരിക്കുകയും വേണ്ട, രണ്ടും ചെയ്യേണ്ട. ഈ കാര്യം ഒന്ന് അറിഞ്ഞാൽ മതി. ഇതൊക്കെ കേൾക്കുമ്പോൾ ആത്മാവിനാണ് പ്രാധാന്യം, ആത്മാവിൻ്റെയാണ് സുഖം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ജീവിത തലങ്ങളിലുള്ള നിങ്ങളുടെ എല്ലാ ബന്ധത്തിലും വിഷയത്തിനാണ് പ്രാധാന്യം. നിങ്ങളുടെ സോപ്പ്, ചീപ്പ്, ചാന്ത്, വാസ്ലൈൻ, കണ്ണട, വടി, കൊട എന്നു തുടങ്ങി ഏതുവരെയുണ്ടോ നിങ്ങൾ കൊടുക്കവാങ്ങൽ നടത്തിയിട്ടുള്ള ഏർപ്പാടുകൾ, നിങ്ങളുടെ പണപരമായ ബന്ധങ്ങൾ തുടങ്ങിയവയിലൊക്കെയുള്ളത്ര പ്രാധാന്യം ആത്മാവിനില്ല. ഞാനീ പറഞ്ഞു തരുന്ന ക്ലാസ് പോലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൊടുക്കവാങ്ങലിനോട് വിദൂരമായി സാധ്യതയുള്ള ഒരു ഉദാഹരണമോ വാക്കോ വന്നാൽ നിങ്ങളെ എല്ലാവരെയും എനിക്കറിയില്ല, നിങ്ങളുടെ ഇടപാടെനിക്കറിയില്ല എങ്കിൽ പോലും കേൾക്കുന്നൊരു നിമിഷം നിങ്ങൾ നിങ്ങളിലേക്ക് അന്വയിച്ചിട്ട് അത് ഞാൻ അറിഞ്ഞു എന്ന് ധരിച്ച്
കൂടുതൽ സങ്കീർണമായി എന്നെ നേരിടാനായിരിക്കും ഒരുങ്ങുന്നത്. അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഈ പുസ്തകത്തിലെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ചലനവും നിങ്ങളുടെ നീക്കവും നിങ്ങൾ പുറത്തിറങ്ങി ചർച്ച ചെയ്യുമ്പോഴും ഞാൻ അറിയും, ഇന്നലത്തെ ക്ലാസ്സിൽ അയാൾ എനിക്കിട്ടൊന്ന് വെച്ചതാണ്. അപൂർവം ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിലിരുന്ന് അത് സ്വീകരിക്കുന്ന രീതി കാണിക്കുമ്പോഴും ഞാൻ ഊഹിക്കും, എന്തോ എവിടെയോ ഒരു ചെറിയ വിഷമുണ്ട്, എവിടെയോ കൊണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം. പിന്നെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വന്ന സമയത്തെ മറ്റ് കാരണങ്ങളാലായിരിക്കാം എൻ്റെ ഊഹമായിരിക്കും എന്ന് വിചാരിച്ചൊരു ഒരു മൂലക്കിടുകയുള്ളൂ. മനുഷ്യരിലെ വേറെ കാരണം വല്ലതും ഉണ്ടായിരിക്കും, ഇതൊന്നും ആയിരിക്കുകയില്ല എന്നൊക്കെ ആദ്യം വിചാരിച്ച് ഞാൻ എന്നെ നിരാകരിക്കാൻ തുടങ്ങും. എൻ്റെ ബോധത്തെ നിരാകരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ചെറിയ കൂവലും കുറുക്കുളിപ്പും ഒക്കെ ആയിട്ട് ഇത് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരു തരി കേൾക്കും. കാരണം ഇത് പറയുന്ന ആളുകൾക്ക് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ, എക്സും വൈയും തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ഇത് ഇന്ന പോലാണ് എന്ന് എക്സ് പറയുന്ന സമയത്ത് വൈക്കൊരു നിർബന്ധം ഉണ്ടാവും. ഇത് ക്ലാസ് എടുത്ത സ്വാമിയും കൂടെ ഒന്ന് കേൾപ്പിച്ചാൽ കൊള്ളാവും. അതുകൊണ്ട് വൈ ഒരു കാര്യം ചെയ്യും, ശബ്ദം ഉയർത്തും. ഒറ്റയാൾ ശബ്ദം പതുക്കെ പറയുമ്പോൾ വൈ ശബ്ദം ഉയർത്തി നോക്കും മറുപടിയായിട്ട്. ആ മറുപടി എന്ന് കേട്ടോട്ടെന്ന് വിചാരിച്ച് വേറൊരു ടെക്നിക്കുണ്ട്. വൈ കുറേ കൂടെ താത്തി പറയും, എന്നിട്ട് എക്സിൻ്റെ ഈഗോയിൽ കുത്തും. അപ്പം 2 കുത്ത് കഴിയുമ്പോൾ എക്സിൻ്റെ ശബ്ദം ഉയരും. ഇങ്ങനെയൊക്കെയാണ് ഇത് അറിയുന്നത്. അല്ലാതെ എനിക്കറിയാൻ വേറെ യാതൊരു പരിപാടിയില്ല. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞ് ഞാനൊരു കാര്യം കേൾക്കുകയുമില്ല. എന്നിൽ നിന്ന് കേൾക്കുന്നതൊക്കെ ഞാൻ കേൾക്കും. 2, ഏതാണോ കക്ഷി അയാളിൽ നിന്ന് കേൾക്കുന്നത് കേൾക്കും. സാക്ഷിമൊഴികൾ ഞാൻ വിശ്വസിക്കാറില്ല. സാക്ഷിമൊഴികൾ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം സാക്ഷി എന്നൊന്നില്ല ലോകത്ത്. അഹങ്കാരമുള്ളിടത്തോളം കാലം നിഷ്പക്ഷനായ ഒരു സാക്ഷി ലോകത്തില്ല, ആത്മാവല്ലാതെ. അതുകൊണ്ടാണ് നിങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ജീവിച്ചിട്ട് ഭാര്യ പറയുന്നതല്ല കേൾക്കാൻ ഇഷ്ടം, ഭർത്താവ് പറയുന്നതല്ല കേൾക്കാൻ ഇഷ്ടം. ഭാര്യയെയോ ഭർത്താവിനെയോ കുറിച്ച് കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കേണ്ടി വരും. അരമണിക്കൂർ പരിചയപ്പെട്ടുള്ളൂ, ഭർത്താവ് പരിചയപ്പെടുത്തിയതാണ്. ഇതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്, ഇതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. കൂടുതൽ സമയം തന്നോടൊപ്പം ജീവിക്കുകയും തൻ്റെ കുട്ടികൾക്ക് കാരണമാവുകയും വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഭർത്താവിൽ നിന്ന് ഡയറക്റ്റായി കിട്ടുന്ന ഒരു കാര്യം അവിശ്വസനീയമാണെന്ന് തോന്നുകയും അയാൾ പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞ് ഞാൻ പരിചയപ്പെട്ട ആൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നുകയും ചെയ്യുന്നതിനേക്കാൾ വിഡ്ഢിത്തം വേറെയില്ല. Am I right? അതൊക്കെയാണ് നിങ്ങളുടെ നാശത്തിന് കാരണവും. അതേ വഴിയിൽ നശിക്കാൻ എനിക്കിഷ്ടമുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പഥ്യം നിങ്ങൾ പോയ വഴിയാണ് സൂത്രത്തിലും. കാരണം നിങ്ങൾ ഏത് വഴിയൊക്കെയാണോ ഓരോ സ്ഥലത്ത് ചാടിക്കേറിയത്, അവിടെ വേറെ വല്ലവരും വന്നിരിപ്പുണ്ടെങ്കിൽ അവരും ഒക്കെ വന്നത് നിങ്ങൾ വന്ന വഴിയെ ഒടിക്കുഴിയൊക്കെ താണ്ടി അതിലൊക്കെ വീണും പിടിച്ചുമൊക്കെയാണ് വന്നതെന്നാണ് നിങ്ങളുടെ ധാരണ. അല്ലാതെ വരാവുന്ന രാജവീഥികളുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെല്ലാം അന്ധക്കരണ വിശുദ്ധി അനിവാര്യമായി വരുന്നത്.